കേരളത്തിലെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി എന്ന സ്ഥലം 2017 ഓഗസ്റ്റ് മാസം 27-ന് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു. ഈ പുതുപ്പള്ളിയിൽ നിന്നും 4 കിലോമീറ്റർ അകലെ മാങ്ങാനം എന്ന സ്ഥലം, അവിടെ ഒരു ചതുപ്പ് നിലം. ഞാൻ അതുവഴി യാദൃശികമായി നടന്നു പോവുകയായിരുന്നു. ആ ചതുപ്പ് നിലത്തിൽ ഒരു ചാക്ക് കിടക്കുന്നത് കണ്ടു. ആ ചാക്ക് വളരെ സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അതിൽ ഒരു മനുഷ്യന്റെ അറ്റുപോയ കാലുകൾ ഉണ്ടായിരുന്നു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ ആ ചാക്കിൽ നിന്നും വളരെ ഭീകരമായ ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്നായിരുന്നു ആ കോളിൽ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തന്നെ പോലീസിന് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ആ സംഭവ സ്ഥലത്തെത്തി. ചാക്ക് പുറത്തേക്ക് എടുത്ത് നോക്കി. അതിനുള്ളിൽ ഈ വ്യക്തി പറഞ്ഞതുപോലെ മുറിഞ്ഞു പോയ മനുഷ്യന്റെ 2 കാലുകൾ ഉണ്ടായിരുന്നു. വെറും കാലുകൾ മാത്രം. ആ വ്യക്തി കാലിൽ ചെരുപ്പ് ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാല് മാത്രം വെച്ചുകൊണ്ട് ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഒരിക്കലും നിർണ്ണയിക്കാൻ സാധിക്കില്ല. ഐഡന്റിറ്റി വ്യക്തമാക്കാൻ സാധിക്കില്ല. സാധാരണയായി മനുഷ്യ ശരീരത്തിന്റെ ഛേദിക്കപ്പെട്ട ഭാഗങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും കണ്ടെത്തി ഒരു വിജനമായ പ്രദേശത്ത് ഇതുപോലുള്ള ചതുപ്പുനിലം, നദിയിൽ ഇങ്ങനെയൊക്കെ കണ്ടെത്തിയാൽ പോലീസ് സംശയിക്കുന്നത് ഈ വ്യക്തിയെ മറ്റെവിടെയെങ്കിലും വച്ച് കൊന്നതിനു ശേഷം ശരീരം മുറിച്ച് പല ഭാഗങ്ങളിലേക്ക് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ചതുപ്പുനിലം മുഴുവനായും തിരഞ്ഞു നോക്കിയാൽ ഈ വ്യക്തിയുടെ ശേഷിക്കുന്ന ഭാഗം നമുക്കൊരു പക്ഷെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ആ ചതുപ്പുനിലം മുഴുവനും തിരഞ്ഞു. അവർക്ക് മറ്റൊരു ചാക്കും ലഭിച്ചു. ആ ചാക്കിൽ നിന്നും ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. ആ ചാക്ക് തുറന്നു നോക്കിയപ്പോൾ അതിൽ മനുഷ്യന്റെ ടോർസോ കണ്ടെത്തി. അതിനർത്ഥം അതിൽ ആ മനുഷ്യന്റെ തലയോ കാലുകളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവർക്ക് ലഭിച്ച വ്യത്യസ്ത ശരീരഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് നോക്കി. ആദ്യത്തിന്റെ കാലുകളും രണ്ടാമത് ലഭിച്ച ടോർസോ ഇത് ഒരു മനുഷ്യന്റേതാണെന്ന് തന്നെ അവർക്ക് മനസ്സിലായി. ഇപ്പൊ പോലീസിന് മനസ്സിലായി കൊല്ലപ്പെട്ടത് ഒരു പുരുഷനാണെന്ന്. അടുത്ത ഘട്ടമായി പോലീസിനുള്ള വഴി ഡോഗ് സ്ക്വാഡാണ്. അങ്ങനെ സ്നൈഫർ നായകളെ ഉപയോഗിച്ച് പോലീസ് അവിടെ പരിശോധിച്ചു. ആ നായ ചതുപ്പുനിലത്തിൽ നിന്നും നേരെ മുകളിലേക്ക് ഒരു കുന്നിലേക്കായിരുന്നു പോയത്. ആ കുന്നിന് മുകളിൽ കുറച്ചകലെ ചെന്നിട്ട് നായ അവിടെ തന്നെ സ്റ്റോപ്പായി. അടുത്ത പോലീസ് ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾക്ക് ഈ ശരീരഭാഗങ്ങളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. എന്നാൽ ആർക്കും അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. തലയില്ലല്ലോ, അവരെ കൊണ്ടും ഒന്നും പറയാൻ സാധിച്ചില്ല. എന്നാൽ ഈ ഒരു വ്യക്തി മരിച്ച സമയത്ത് നീല ഷർട്ടായിരുന്നു ധരിച്ചിരുന്നത്. കാവി നിറമുള്ള മുണ്ടും ധരിച്ചിരുന്നു. പോലീസിന്റെ കൈവശമുള്ള ഒരേയൊരു വിവരം ഇത് മാത്രമാണ്. എന്നാൽ ഇതിലൂടെ ഒരാളുടെ ഐഡന്റിറ്റി കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കേരളത്തിലെ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ പുതുപ്പള്ളി എന്ന സ്ഥലത്ത് ഈ ചതുപ്പുനിലത്തിൽ കണ്ടെത്തിയ തലയില്ലാത്ത മനുഷ്യ ശരീരം ആരുടേതാണ്? ആ വ്യക്തിയെ ആരാണ് കൊലപ്പെടുത്തിയത്? നിരവധി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ വളരെ വ്യത്യസ്തമായ ട്രൂ ക്രൈം കേസിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ കേസിന്റെ ഒരു പ്രത്യേകത 24 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തിയ ഈ പരിമിതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ഈ ഒരു കേസ് സമർത്ഥമായി അന്വേഷിച്ച് കണ്ടെത്തി. അപ്പോൾ മരിച്ചത് ആരാണ്? കൊന്നത് ആരാണ്? ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമന്റും ആയിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ മനുഷ്യന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത്, സർ, ഈ ഒരു വ്യക്തി 2-3 ദിവസം മുൻപ് കൊല്ലപ്പെട്ടിരിക്കാം. അതുകൊണ്ടാണ് ഈ ശരീരം ഒരു അഴുകിയ അവസ്ഥയിലാണ്. അടുത്ത പോലീസ് ഇയാൾ ആരാണെന്ന് കണ്ടെത്തണം. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്യാൻ ഒരു ടീമുണ്ട്. ആ ടീമിൽ ജോലി ചെയ്യുന്ന ഒരു കോൺസ്റ്റബിൾ. ഈ കോൺസ്റ്റബിൾ വന്ന് ഈ ഒരു മരിച്ച വ്യക്തിയുടെ ടോർസോ, ആ ശരീരഭാഗം ഒന്ന് സൂക്ഷ്മമായി നോക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു. ഉടൻ തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനോട്, സർ, ഈ വ്യക്തിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റ ഒരു പാടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥൻ നോക്കി, അതെ ശരിയാണ്, ഒരു പാടുണ്ട്. അതിനെന്തായെന്നും ചോദിച്ചു. ഞാൻ ഈ വ്യക്തിയെ പലതവണ കണ്ടിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് കൊല്ലപ്പെട്ട ഈ ഒരു വ്യക്തി തീർച്ചയായും നമ്മുടെ പോലീസ് വകുപ്പിന് വളരെ പരിചയമുള്ള ഒരാൾ തന്നെയാണ്. അതാരാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഞാനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരല്പസമയം ആലോചിച്ചു. പിന്നീട്, സർ, ഈ വ്യക്തി ആരാണെന്ന് എനിക്കറിയാം. ഇയാളുടെ പേര് സന്തോഷ് എന്നാണ്. ചുരുക്കത്തിൽ ഈ പോലീസുകാർക്കിടയിൽ ഇയാളെ പൊള്ളൽ സന്തോഷ് എന്നാണ് വിളിക്കുന്നത്. ഈ തീ മൂലമുണ്ടായ ഒരു മുറിവിന്റെ പാട് ശരീരത്തിൽ ഉള്ളതുകൊണ്ട് പോലീസ് ഒരു അടയാളത്തിന് വേണ്ടി അയാളെ പൊള്ളൽ സന്തോഷ് എന്നാണ് വിളിക്കുന്നത്.
ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ആസിഡ് ഒഴിച്ച ആക്രമണത്തിൽ പോലും ഇയാളുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പലതവണ ജയിലിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഇയാൾ പൊള്ളൽ സന്തോഷ് തന്നെയാണ്. അതിന് ഒരുപാട് സാധ്യതയുണ്ടെന്നും ആ കോൺസ്റ്റബിൾ പറഞ്ഞു. ഇപ്പോൾ പോലീസുകാർക്ക് ഒരു ചെറിയ സൂചന ലഭിച്ചു. ഇതിനകം പോലീസിന് പൊള്ളൽ സന്തോഷിന്റെ ഫോൺ നമ്പർ അറിയാം. അതിലേക്ക് വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ് ആണ്. ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ സന്തോഷിന്റെ വീട് തന്നെയായിരുന്നു കാണിച്ചത്. നേരെ സന്തോഷിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോട് ഈ നീല നിറത്തിലുള്ള ഷർട്ട്, ടോർസോ, കാലുകൾ, മുണ്ട്, അവസാനം ധരിച്ചിരുന്ന ചെരുപ്പ്, സന്തോഷിന്റെ ഷർട്ട് പോക്കറ്റിൽ നിന്നും എടുത്ത ഒരു 10 രൂപ, ഈ തെളിവുകളുടെ എല്ലാം ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. കൂടാതെ അയാളുടെ ശരീരത്തിലെ ആ പൊള്ളലേറ്റ പാട്. ഇതെല്ലാം കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, സാർ, നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട, ഇതെന്റെ മകൻ സന്തോഷ് തന്നെയാണ്. എനിക്കത് തറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതെന്റെ മകൻ തന്നെയാണെന്നും പറഞ്ഞു. പോലീസുകാർക്ക് ഇപ്പോൾ ഇര ആരാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ മകൻ അവസാനമായി ആരെ കാണാനാണ് പോയത്? എപ്പോഴാണ് നിങ്ങൾ അവസാനമായി അവനെ കണ്ടതെന്ന് ചോദിച്ചു. 23-ാം തീയതി വരെയും അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. 23-ാം തീയതി രാത്രി അവനൊരു ഫോൺ കോൾ വന്നു. ആ കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ഞാൻ പുറത്തു പോകുന്നു എന്നോട് പറഞ്ഞിട്ട് അവൻ പോയി. ആ കോൾ ആരാണ് വിളിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അതെ, എനിക്ക് നന്നായി തന്നെ അറിയാം. കുഞ്ഞുമോൾ എന്നൊരു സ്ത്രീയുണ്ട്. അവളും എന്റെ മകനും ഏറെ കാലമായി എന്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ ആ സ്ത്രീ മറ്റൊരു വീട്ടിലാണ്. അവളെ കാണാൻ ഇടയ്ക്കിടെ എന്റെ മകൻ പോകാറുണ്ട്. അവസാനവും അവൾ തന്നെയായിരുന്നു ഫോൺ വിളിച്ചത്. അവളെ കാണാനാണ് എന്റെ മകൻ പോയത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് പോലീസിന് അദ്ദേഹം നൽകി. ഇപ്പൊ കുഞ്ഞുമോൾ എന്ന സ്ത്രീ ആരാണ്, അവൾ എവിടെയാണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഇവരുടെ ഈ വീട്ടിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെ ഒരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിൽ ഒരു ചെറിയ ഷെഡ് പോലെ കെട്ടിയാണ് അവർ താമസിക്കുന്നത്. അവരുടെ ഭർത്താവുമായി താമസിക്കുന്നു. പോലീസ് നേരെ ചെന്ന് ആ വീടിന്റെ വാതിൽ മുട്ടി. കുഞ്ഞുമോൾ വാതിൽ തുറക്കുന്നു. പുറകെ കുഞ്ഞുമോളുടെ ഭർത്താവായ വിനോദും വരുന്നുണ്ട്. ഇപ്പോ രണ്ടുപേരുടെയും മുഖത്ത് പരിഭ്രാന്തിയുടെ യാതൊരു ലക്ഷണവുമില്ല. ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ 4-5 പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് മുൻപിൽ നിൽക്കുന്നു. ഇതിപ്പോ കണ്ട ഒരു കോൺസ്റ്റബിൾ വല്ലാതെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ടറുടെ കാതിൽ ചെന്നിട്ട്, സർ, 1 മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരാമോ? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നു. സർ, ഈ കുഞ്ഞുമോൾ എന്ന സ്ത്രീ എനിക്കറിയില്ല, എന്നാൽ വിനോദിനെ എനിക്കറിയാം. ഇവനൊരു കുറ്റവാളിയാണ്. ഇവൻ ഇതിനകം ഒരു കൊലപാതക കേസിൽ അറസ്റ്റായി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടവൻ പുറത്തു വന്നു. ഇവന്റെ പേര് വിനോദാണ്. എന്നാൽ ഇവൻ ഈ ഒരു ലോക്കൽ റൗഡി പോലെയാണ്. ഇവനെ ചുരുക്കമായി കമ്മൽ വിനോദ് എന്ന് വിളിക്കും. ഇങ്ങനെ കോൺസ്റ്റബിൾ പറഞ്ഞു. ഇനി അവൻ എന്ത് കൊലപാതക കേസാണെന്ന് ചോദിച്ചപ്പോൾ, ചില വർഷങ്ങൾക്ക് മുൻപ് വിനോദിന്റെ അച്ഛൻ വീട്ടിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും വല്ലാത്ത രക്തസ്രാവം ഉണ്ടായിരുന്നു. മരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. അതായത് ബാഹ്യമായ ആക്രമണത്തിലൂടെ അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെയാണ് മരിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിൽ വിനോദാണ് അച്ഛനെ ആക്രമിച്ചത് എന്ന് എല്ലാവരും മൊഴി പറയുകയും ചെയ്തു. അവനെതിരെ സാക്ഷി പറയാൻ അവന്റെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ കേസ് കോടതിയിൽ പോയപ്പോൾ എല്ലാവരും പിന്മാറാൻ തുടങ്ങി, ഭാര്യയും മക്കളും ഉൾപ്പെടെ. ഞങ്ങൾ ആ സമയം തെറ്റായി പറഞ്ഞതാണ്. എന്റെ അമ്മായിയപ്പന്റെ മരണം ഒരു സ്വാഭാവിക മരണം തന്നെയാണ്. ഇങ്ങനെ എല്ലാവരും അവരുടെ മൊഴി മാറ്റി അയാൾ ഈ കൊലപാതക കേസിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. ഇപ്പൊ പോലീസുകാർ ചിന്തിച്ചത്, കുഞ്ഞുമോൾ എന്ന സ്ത്രീ അന്വേഷിച്ചാണ് വന്നത്. അവളിൽ നമുക്കൊരു സംശയമുണ്ട്. അവളുടെ ഭർത്താവാണ് വിനോദ്. അവനാണെങ്കിൽ ഒരു കുറ്റവാളി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേരും ചേർന്നായിരിക്കും സന്തോഷിനെ കൊന്നിട്ടുണ്ടാവുക. ഇത് വലിയൊരു വഴിത്തിരിവ് തന്നെയാണ്. പോലീസ് നേരെ വന്ന് കുഞ്ഞുമോൾ എന്ന സ്ത്രീയെ മാറ്റി നിർത്തി ചോദിച്ചു, സന്തോഷ് എന്ന ആരെങ്കിലും നിനക്കറിയാമോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞത്, അതെ, നന്നായി തന്നെ അറിയാം സർ. അയാൾ എന്റെ ഭർത്താവിന്റെ സുഹൃത്താണ്. സന്തോഷിനും നിങ്ങൾക്കും എന്താണ് ബന്ധമെന്ന് ചോദിച്ചു. അതിനാ സ്ത്രീയിൽ നിന്നും വന്ന ഉത്തരം വെറും മൗനം മാത്രം. അവൾ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. ഇതോടുകൂടി പോലീസിന് മനസ്സിലായി ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധം എന്താണെന്ന്. പോലീസ് അടുത്ത ചോദ്യം ചോദിച്ചു, നിങ്ങൾ അവസാനമായി സന്തോഷിനെ എപ്പോഴാണ് കണ്ടത്? ഇടയ്ക്കിടെ കാണുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, സർ, ഞാൻ കുറച്ച് ദിവസം സന്തോഷിന്റെ വീട്ടിലായിരുന്നു താമസിച്ചത്. അപ്പോൾ എന്റെ ഭർത്താവ് ജയിലിലായിരുന്നു. ഭർത്താവ് ജയിലിലായതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ താമസിച്ചു. ഭർത്താവ് ജയിലിൽ നിന്ന് തിരികെ വന്നപ്പോൾ തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ വന്നു. ഇങ്ങനെയായിരുന്നു അവർ പറഞ്ഞത്. അവസാനമായി സന്തോഷിനോട് എപ്പോഴാണ് സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ 23-ാം തീയതി വൈകുന്നേരം കാഷ്വലായി സംസാരിച്ചു. പിന്നീട് ഞാൻ അയാളെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു. പിന്നെ എന്തിനാണ് ഫോൺ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ആ ഒരു രീതിയിൽ ഞങ്ങൾ സംസാരിക്കും, അതല്ലാതെ അന്നത്തെ ദിവസം ഞാൻ അയാളെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു. അടുത്ത പോലീസ് ഭർത്താവായ വിനോദിനോട് ചോദിച്ചു, നിങ്ങൾക്കും ഈ സന്തോഷിനും എങ്ങനെയാണ് ഒരു പരിചയം എന്ന് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും ജയിലിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഞങ്ങൾ കുറെ ദിവസം ജയിലിലായിരുന്നു. പക്ഷെ സന്തോഷ് എനിക്ക് മുൻപ് തന്നെ റിലീസായി. അതിനാൽ എന്റെ കുടുംബത്തെ ഒന്ന് നോക്കാൻ ഞാൻ അവനോട് ആവശ്യപ്പെട്ടു. പിന്നീട് ഞാൻ ജയിലിൽ നിന്നും റിലീസായപ്പോൾ എന്റെ ഭാര്യ എന്റെ കൂടെ തന്നെ വന്നു. അവനെ ഞാൻ കണ്ടിട്ടിപ്പോൾ കുറെ ദിവസമായി. അവൻ എവിടെ പോയെന്ന് എനിക്കറിയില്ല.
ഞങ്ങൾക്കുള്ളിൽ അപ്പോൾ അത്ര കോണ്ടാക്ട് ഇല്ല എന്ന് അയാൾ പറഞ്ഞു. പക്ഷെ ഇവൻ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പോലീസിന് അത്ര വിശ്വാസം വന്നില്ല. അതുകൊണ്ട് രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരും അതേ കഥ തന്നെ പറയാൻ തുടങ്ങി. ഇപ്പോഴാണ് പോലീസ് അവരെ പ്രത്യേകം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. സാധാരണ ഒരു കുറ്റകൃത്യത്തിൽ 2 പേർ ബന്ധപ്പെട്ടിട്ടുണ്ട്. 2 പേരെയും വെവ്വേറെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് സാധാരണ ഒരു പഴയകാല ടെക്നിക്ക് യൂസ് ചെയ്യും. ഒരാളുടെ അടുത്ത് ചെന്നിട്ട് മറ്റേയാൾ കുറ്റം സമ്മതിച്ചു എന്ന് പറയും. ഇനി മറ്റേയാളോട് ചെന്നിട്ട് ഇയാൾ കുറ്റം സമ്മതിച്ചു എന്ന് പറയും. ഇതിനുശേഷം സംഭവിക്കുന്നത്, അവൻ തന്നെ സമ്മതിച്ചല്ലോ, അപ്പൊ പിന്നെ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറയാം എന്ന് 2 പേരും മാറി മാറി സത്യം പറയാനുള്ള സാധ്യതയുണ്ട്. പോലീസും അതേ സെയിം സ്ട്രാറ്റജി കുഞ്ഞുമോളിൽ നിന്നും ആരംഭിച്ചു. അതും വളരെ സ്വാഭാവികമായ രീതിയിൽ, യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ പോലീസ് ചെയ്തു. കുഞ്ഞുമോളുടെ അടുത്ത് ഒരു പോലീസ് ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വളരെ തിടുക്കത്തിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ ചെവിയിൽ വന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം അവർ സൃഷ്ടിച്ചു. ഇപ്പോ മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീക്ക് ഒരല്പം പരിഭ്രാന്തിയായി. ഇപ്പോ ഈ പോലീസ് തിരികെ പോകുന്നു. ചോദ്യം ചെയ്ത പോലീസ് വീണ്ടും അവളെ നോക്കി. കണ്ടല്ലോ, നിന്റെ ഭർത്താവ് എല്ലാം തന്നെ പറഞ്ഞു. നിങ്ങൾ 2 പേരും ചേർന്നല്ലേ സന്തോഷിനെ കൊന്നത്. അവനെല്ലാം പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കെതിരെ ശക്തമായ തെളിവുണ്ട്. വേറെ വഴിയില്ല. നിങ്ങൾ ജീവിതകാലം മുഴുവനും ജയിലിലായിരിക്കണം. സത്യം പറഞ്ഞാൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കാം. ഇത് കേട്ട ആ സ്ത്രീ ശരിക്കും അത് വിശ്വസിച്ചു. അവളുടെ ഭർത്താവ് എല്ലാം പറഞ്ഞുവെന്ന്. ശരി സാർ, ഞാൻ സത്യം പറയാം. ഞങ്ങൾ 2 പേരും ചേർന്നാണ് അയാളെ കൊന്നത് എന്ന് അവൾ കൺഫെഷൻ ചെയ്തു. ഇത് ഒറ്റ വാക്കിലുള്ളൊരു കൺഫെഷനാണ്. എന്നാൽ സന്തോഷിന് എന്ത് സംഭവിച്ചു? അവനെ എങ്ങനെ കൊന്നു? തെളിവുകൾ എങ്ങനെയെല്ലാം മറച്ചു വെച്ചു? ഇവ ഓരോന്നോരോന്നായി അവർ പറയാൻ തുടങ്ങി. സത്യത്തിൽ ഇവർ നടത്തിയ കുറ്റസമ്മതം കേരള പോലീസിനെ തന്നെ ഞെട്ടിപ്പിച്ചു. കുഞ്ഞുമോൾ പറയാൻ തുടങ്ങി, എന്റെ ഭർത്താവ് ഒരു കുറ്റം ചെയ്ത് ജയിലിൽ കഴിയുകയായിരുന്നു. അതേ ജയിലിലായിരുന്നു സന്തോഷും വന്നത്. 2 പേരും പരിചയപ്പെട്ട് സുഹൃത്തുക്കളായി. പക്ഷെ സന്തോഷ് ആദ്യം ജയിലിൽ നിന്നും റിലീസായി. ഇപ്പോൾ ഒരു സുഹൃത്തെന്ന രീതിയിൽ എന്റെ ഭർത്താവ് വിനോദ് സന്തോഷിനോട്, എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, ഇടയ്ക്കിടെ അവരെ ചെന്നൊന്ന് നോക്കുക, അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ നീ ചെയ്തു കൊടുക്കുക, ഞാൻ പുറത്തു വന്നതിന് ശേഷം ഞാൻ നോക്കിക്കൊള്ളാം എന്ന രീതിയിൽ ഒരു സുഹൃത്തെന്ന നിലയിൽ ഇങ്ങനെ സഹായം ചോദിച്ചു. സന്തോഷം ശരിയെന്ന് പറഞ്ഞു. സന്തോഷ് വിവാഹിതനല്ല, അച്ഛനോടൊപ്പമാണ് താമസിക്കുന്നത്. അങ്ങനെ സന്തോഷ് പലപ്പോഴായി കുഞ്ഞുമോളുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അവൾക്ക് ആവശ്യമായ ചില സഹായങ്ങളും ചെയ്യുന്നു. ഇരുവരും പലപ്പോഴായി സംസാരിക്കാൻ തുടങ്ങി, സുഹൃത്തുക്കളാകാൻ തുടങ്ങി. പിന്നീട് അവർക്കിടയിൽ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ്, ശാരീരികമായ ബന്ധത്തിലേക്കൊക്കെ അത് പോയി. പക്ഷെ അവളുടെ ഭർത്താവ് എപ്പോഴും ജയിലിലാണ്. ഇപ്പൊ ഈ സ്ത്രീ ചെയ്തത് സന്തോഷിന്റെ കൂടെ അച്ഛനുള്ള അതേ വീട്ടിലേക്ക് തന്നെ പോയി താമസിക്കാൻ തുടങ്ങി. ഈ ഒരു കാര്യം ജയിലിലുണ്ടായിരുന്ന വിനോദ് അറിഞ്ഞു. വിനോദിന് ഇത് വലിയ ദേഷ്യം തോന്നി. ഒരു സുഹൃത്തെന്ന നിലയിൽ ഞാൻ അവനോട് സഹായം ചോദിച്ചു, അവൻ എന്നെ തന്നെ വഞ്ചിച്ചല്ലേ. പുറത്തു പോയതിനു ശേഷം അവന് നല്ലൊരു പാഠം ഞാൻ കൊടുക്കുമെന്ന് ജയിലിലായിരുന്നപ്പോൾ തന്നെ അവൻ തീരുമാനിച്ചു. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് ശേഷം വിനോദ് ജയിൽ റിലീസായി. അപ്പോഴും സന്തോഷിന്റെ വീട്ടിൽ തന്നെ ഭാര്യയുണ്ട്. അങ്ങനെ അയാൾ നേരെ ചെന്ന് ഭാര്യയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. ഭാര്യയോട് ചോദിച്ചു. ഭാര്യയും സമ്മതിച്ചു, ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. പക്ഷെ അതവൾ വേറൊരു രീതിയിലായിരുന്നു പറഞ്ഞത്. ഭർത്താവില്ലാത്ത സമയത്ത് എന്നെ നിർബന്ധിച്ചായിരുന്നു അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്, ഞാനിതിൽ തെറ്റുകാരിയല്ല. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവായ വിനോദിനെ അവൾ വിശ്വസിപ്പിച്ചു. ഇപ്പൊ ഇവിടെയുള്ള പ്രശ്നം, ഇപ്പൊ വിനോദ് ജയിൽ റിലീസ് ആയിട്ട് പോലും സന്തോഷ് ഇപ്പോഴും ആ ഒരു സ്ത്രീയോട് ബന്ധപ്പെടാനും അവളോട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത് വിനോദിന് വീണ്ടും ദേഷ്യം കൂട്ടി. ഇനി ഒരിക്കലും അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരരുത്. അതുകൊണ്ട് നമുക്ക് ഈ സന്തോഷിനെ കൊല്ലാം. ഭാര്യയും ഭർത്താവും ചേർന്ന് പദ്ധതി ഇടുന്നു. ഈ പ്ലാനിന്റെ ആദ്യ പടിയാണ് 23-ാം തീയതി കുഞ്ഞുമോൾ സന്തോഷിനെ വിളിച്ച് റബ്ബർ എസ്റ്റേറ്റിലുള്ള അവരുടെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അവളെ വിശ്വസിച്ച് സന്തോഷം വരുന്നു. രാത്രി ഏകദേശം 8:30യോടുകൂടി ആ വീട്ടിലെത്തി. വീടിന്റെ മുൻപിലുള്ള വരാന്തയിൽ ഇരുന്നു. ഒരൽപ്പം കുടിക്കാൻ വെള്ളം വേണമെന്ന് കുഞ്ഞുമോളോട് ആവശ്യപ്പെട്ടു. അവൾ വെള്ളം എടുക്കാൻ പോകുമ്പോൾ വീടിനുള്ളിൽ ഒളിച്ചിരുന്ന അവളുടെ ഭർത്താവായ വിനോദ് കയ്യിൽ വളരെ കട്ടിയുള്ള ഇരുമ്പ് ദണ്ടെടുത്തു കൊണ്ടുവന്ന് നിമിഷത്തിനുള്ളിൽ തന്നെ, ചില സെക്കൻഡുകൾക്കുള്ളിൽ അപ്രത്യക്ഷിതമായി സന്തോഷിന്റെ തലയിൽ തന്നെ അടിച്ചു. രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. സന്തോഷ് ആ വരാന്തയിൽ തന്നെ അങ്ങനെ മരിച്ചു വീഴുന്നു. അതിനുശേഷം ഭാര്യ ഭർത്താവ് 2 പേരും ഈ മൃതദേഹം ആ വീടിന്റെ പിൻമുറ്റത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ചു. ഇതിനുവേണ്ടി അടുക്കളയിൽ പച്ചക്കറി അരിയാൻ ഉപയോഗിക്കുന്ന ഒരു മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചു. തലയും കൈകളും എല്ലാം പ്രത്യേകം വെട്ടിമാറ്റി. ഇവ 3 പ്രത്യേക ചാക്കിലാക്കി കെട്ടുകയും ചെയ്തു. ഈ പിൻമുറ്റത്ത് വെച്ച് ശരീരം കഷ്ണങ്ങളാക്കിയപ്പോൾ രക്തം ധാരാളം പുറത്തേക്ക് വന്നു. അവയെല്ലാം ആ മണ്ണിലേക്ക് കുതിർന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഭാവിയിൽ പോലീസ് ഇവിടെ വന്ന് ആ മണ്ണ് ടെസ്റ്റ് ചെയ്താൽ സന്തോഷിന്റെ ശരീരം ഇവിടെ വെച്ചാണ് കഷ്ണങ്ങളാക്കിയതെന്ന് അവർ കണ്ടെത്തും. അതുകൊണ്ട് തെളിവുകൾ മറച്ചുവെക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ കഴിയുന്നതെല്ലാം ചെയ്തു. ഈ പിൻമുറ്റത്തെ രക്തം വീണ മണ്ണുകളെല്ലാം അവർ അവിടെ നിന്നും മാറ്റി.
ഒരടിയോളം കുഴിച്ചെടുത്തു. എന്നിട്ട് ഈ മണ്ണെല്ലാം മറ്റൊരിടത്ത് കുഴിച്ചിട്ടു. പിന്നീട് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി അതൊരു ചാണക കൂമ്പാരത്തിനുള്ളിലേക്ക് വെച്ച് മറച്ചു വെച്ചു. ഇതിനുശേഷം രാത്രിയാകാൻ കാത്തിരുന്നു. ഒരു ഓട്ടോ എടുത്ത് സന്തോഷിന്റെ മൃതദേഹം എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്ന് പദ്ധതിയിട്ടു. അങ്ങനെ അവർ ഒരു പാലത്തിന് മുകളിലെത്തി. താഴെ ഒരു നദിയാണ്. അതിലേക്ക് ഈ ടോർസോ, കാല് ഇതെല്ലാം എടുത്ത് വീശി. അടുത്ത് തല എടുത്ത് കളയണമെന്ന് ചിന്തിക്കുമ്പോഴാണ് ആ വഴി പോലീസിന്റെ ഒരു ജീപ്പ് പോയത്. ഭയന്നുപോയി ഇവർ പെട്ടെന്ന് തന്നെ ആ തല കളയാതെ ഓട്ടോ എടുത്ത് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ തല അവർ മറ്റൊരിടത്ത് കൊണ്ടായിരുന്നു വലിച്ചെറിഞ്ഞത്. എന്നാൽ നദിയിലേക്ക് വീണ ശരീരഭാഗങ്ങൾ പതിയെ പതിയെ ആ ചതുപ്പ് നിലത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഈ ചാക്ക് പുറത്തേക്ക് വരികയും അതിൽ നിന്നും ദുർഗന്ധം വരികയും ചെയ്തു. ഒരാൾ കാണുകയും പോലീസിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ തല എവിടെയാണ് എറിഞ്ഞതെന്ന് അവർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവിടെ ചെന്ന പോലീസുകാർ സന്തോഷിന്റെ തലയും കണ്ടെത്തി. ആദ്യം പോലീസ് ചെയ്തത് ഈ 3 ശരീരഭാഗങ്ങളും ഒരാളുടേതാണോ എന്ന് സ്ഥിരീകരിക്കാനായി ആ 3ലും ഫോറൻസിക് പരിശോധന നടത്തി. ഇയാൾ ശരിക്കും സന്തോഷാണെന്ന് അറിയാനായി DNA തെളിവെടുത്തു. അയാളുടെ അച്ഛന്റെ DNAയും ഈ ശരീരഭാഗത്തിൽ നിന്നും എടുത്ത DNA ഉപയോഗിച്ചും ടെസ്റ്റ് നടത്തി. അങ്ങനെ സയന്റിഫിക്കായി മരിച്ചത് സന്തോഷാണെന്ന് തെളിയിക്കുന്നു. രണ്ടാമതായി ഈ കൊലപാതകം ഞങ്ങളാണ് ചെയ്തത് എന്ന് ഈ 2 പേരും കുറ്റസമ്മതം നടത്തി. എന്നാൽ ഈ കുറ്റസമ്മതം കൊണ്ട് മാത്രം നമുക്ക് കോടതിയിൽ പോകാൻ സാധിക്കില്ല. ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇത് മാത്രം മതിയാകില്ല. ഞാൻ പല കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്, കുറ്റവാളികൾ കുറ്റസമ്മതം നടത്തിയാൽ പോലും അത് വെച്ച് കോടതിയിൽ പോയാൽ ആ ഒരു കേസ് പിന്നെ നിലനിൽക്കില്ല. കാരണം ഇവരിപ്പോൾ സമ്മതിക്കുന്നുണ്ട്, ഒരു പക്ഷെ 2 ദിവസം കഴിഞ്ഞ് ഇല്ല, പോലീസ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് മൊഴിയെടുത്തതെന്ന് പറയും. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കണമെങ്കിൽ പോലീസ് ഇവിടെ ചെയ്യേണ്ടത് ശക്തമായ തെളിവുകൾ വേണം. ശാസ്ത്രീയമായ തെളിവുകൾ, ഫോറൻസിക് തെളിവുകൾ ആവശ്യമാണ്. ഇവരുടെ കുറ്റസമ്മതം ഒരു മികച്ച തെളിവാണ്. അവർ പറഞ്ഞതും സത്യമാണ്. അവർ പറഞ്ഞ സ്ഥലത്ത് തലയും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേർ തന്നെയാണ് കൊലപാതകം ചെയ്തത്. എന്നാൽ ഫോറൻസിക് തെളിവുകൾ കണ്ടെത്താനായി പോലീസ് ഈ സന്തോഷ് കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നു. അതായത് ഈ റബ്ബർ എസ്റ്റേറ്റിലെ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെയുള്ള വരാന്ത മുഴുവനും പരിശോധിച്ചു. തുടക്കത്തിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ഈ 2 പേരും ഈ കൊലപാതകം ചെയ്ത് മൃതദേഹം വലിച്ചെറിഞ്ഞിട്ട് ഈ സ്ഥലം എല്ലാം പൂർണ്ണമായും വൃത്തിയാക്കി. എന്നാൽ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം എത്ര നന്നായി വൃത്തിയാക്കിയാൽ പോലും അവർ പോലും അറിയാതെ ചില സൂചനകൾ അവിടെ അവശേഷിപ്പിച്ചിരിക്കും. പോലീസ് വരാന്തയിൽ നിന്നും അത്തരം സൂചനകൾ കണ്ടെത്തുകയും ചെയ്തു. ആ വരാന്തയുടെ തറ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വരാന്തയുടെ ഒരു ചുമർ, അതിൽ ചില രക്തക്കറകൾ കണ്ടെത്തി. ആ രക്തമെടുത്ത് പരിശോധിച്ചപ്പോൾ അത് കൊല്ലപ്പെട്ട സന്തോഷിന്റേതാണെന്ന് മനസ്സിലായി. ഇത് പോലീസിന് ലഭിച്ച ആദ്യത്തെ ഒരു ഫോറൻസിക് തെളിവ്. അതിനുശേഷം അവർ കണ്ടെത്തിയത് ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ചില മുടികൾ കണ്ടെത്തി. അതും കൊല്ലപ്പെട്ട സന്തോഷിന്റെ മുടിയുമായി 100% പൊരുത്തപ്പെട്ടു. ഇത് രണ്ടാമത്തെ തെളിവ്. പിന്നീട് ആ വരാന്തയ്ക്ക് അടുത്ത് തന്നെ ഒരു ഷർട്ടിന്റെ ബട്ടൺ കണ്ടെത്തി. സന്തോഷിനെ കൊന്ന് വീടിന്റെ ബാക്ക് യാർഡിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ സന്തോഷ് ധരിച്ചിരുന്ന ഷർട്ടിന്റെ ഒരു ബട്ടൺ അവിടെ തറയിലെ ചെറിയൊരു ദ്വാരത്തിനുള്ളിലേക്ക് വീണു. ആ ബട്ടൺ പോലീസ് കണ്ടെത്തി. അതേസമയം സന്തോഷിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയപ്പോൾ ഒരു ബ്ലൂ ഷർട്ട് കണ്ടെത്തി. ആ ഷർട്ടിൽ ഒരു ബട്ടൺ മിസ്സായിട്ടുണ്ട്. ഇതിലൂടെ ഈ ക്രൈം സീനിൽ നിന്നും കണ്ടെത്തിയ ബട്ടൺ സന്തോഷിന്റേതാണെന്നും പോലീസ് ശാസ്ത്രീയമായി തെളിയിച്ചു. ഇവയെല്ലാം വരാന്തയിൽ നിന്നും കണ്ടെത്തി. പിന്നീട് ഇവർ ആ വീടിന്റെ പുറകിലേക്ക് ചെന്നു. അവിടെയാണ് കഷ്ണങ്ങളാക്കി മുറിച്ചത്. ഇതിനകം സമർത്ഥമായ രക്തമുള്ള മണ്ണുകളെല്ലാം തന്നെ മറ്റൊരിടത്ത് കുഴിച്ചിട്ടിരുന്നു. എന്നാൽ അതും പോലീസ് കണ്ടെത്തി. ആ മണ്ണെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിലുള്ളത് സന്തോഷിന്റെ രക്തമാണെന്ന് മനസ്സിലായി. ഇതിനുശേഷം കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധം, ഇത് ഏതൊരു കേസിലും വളരെ പ്രധാനപ്പെട്ട തെളിവായി കണക്കാക്കപ്പെടുന്നത് ഇതാണ്. അതും ഈ റബ്ബർ എസ്റ്റേറ്റിൽ മുഴുവനും പരിശോധിച്ചു. അതും ഒരു സ്ഥലത്തുനിന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ ചാണക കൂമ്പാരത്തിൽ നിന്നും ഈ കത്തി കണ്ടെത്തി. ആ കത്തി കൊണ്ടുവന്ന് വിനോദിനോട് ഇത് വെച്ചാണോ നീ അവന്റെ ശരീരത്തെ കഷ്ണങ്ങളാക്കിയതെന്ന് ചോദിച്ചു. അതെ എന്നും അവൻ പറഞ്ഞു. ഇത് ശരിക്കും എല്ലാവർക്കും വല്ലാത്തൊരു അത്ഭുതം തോന്നി. ഒരു ചെറിയ കത്തി, ഈ പച്ചക്കറിയൊക്കെ മുറിക്കാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയ കത്തി, ഇതുപയോഗിച്ചാണോ നീ അവന്റെ തലയും കാലുകളും എല്ലാം മുറിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതെ, ഇത് വെച്ചാണ്, ഇത് വളരെ ഷാർപ്പായിരുന്നു, അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ മുറിക്കാൻ കഴിഞ്ഞു എന്നും പറഞ്ഞു. ഇതിനെല്ലാം അപ്പുറം വിനോദ് ഇതിനകം ഒരു ഇറച്ചിക്കട നടത്തുകയായിരുന്നു. അതുകൊണ്ട് ഈ മാംസം മുറിച്ചൊക്കെ അവൻ നല്ല ശീലമുണ്ട്. എന്നെ കൊണ്ട് വളരെ എളുപ്പത്തിൽ മുറിക്കാൻ സാധിച്ചു എന്നും അവൻ പറഞ്ഞു. ഇപ്പോൾ ഇവർക്കെതിരെ ധാരാളം ഫോറൻസിക് തെളിവുകളുണ്ട്. എന്നിരുന്നാലും ഈ ഒരു കേസ് കോടതിയിലെത്തുമ്പോൾ അവിടെയുള്ള ഡിഫൻസ് ടീം ഈ തെളിവുകളെല്ലാം തകർക്കാൻ ഒരുപാട് ശ്രമിക്കും. ആദ്യം പ്രോസിക്യൂഷൻ ടീം ചെയ്തത് ഇവർക്ക് 2 പേർക്കും എഗെയിൻസ്റ്റായി 3 വെവ്വേറെ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. ആദ്യം DNA തെളിവ് കണ്ടെത്തിയ ബയോളജിക്കൽ എവിഡൻസ് എല്ലാം തന്നെ നൽകി. അടുത്തത് ഫിസിക്കൽ എവിഡൻസ് ആണ്. ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് അയാൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഹെയർ സാമ്പിൾ, ഷർട്ടിലെ ബട്ടൺ, പിന്നീട് ചുമരിലുണ്ടായിരുന്ന രക്തക്കറ. അടുത്തിവർ പറഞ്ഞ കുറ്റസമ്മതവും ഇതും എല്ലാം മാച്ച് ആകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്കൽ എവിഡൻസ് ആയി കണക്കാക്കുന്നത് കത്തിയാണ്. എന്നാൽ ഇപ്പോൾ ഡിഫൻസ് ടീം ഈ തെളിവുകൾ തകർക്കാൻ ശ്രമിക്കുന്നു. നോക്കൂ,
ചെറിയൊരു കത്തി. ഇതുപയോഗിച്ച് എങ്ങനെ ശരീരം മുറിക്കാൻ സാധിക്കും? മറ്റൊരാൾ ചെയ്ത കൊലപാതകത്തെ ഈ 2 നിരപരാധികളിൽ കെട്ടിച്ചുമത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ കത്തി എന്ന തെളിവ് ഇവർ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രോസിക്യൂട്ടർ ടീം ചെയ്തത് ഒരു ഫോറൻസിക് പാത്തോളജിസ്റ്റിനെ കൊണ്ടുവരുന്നു. ഇത് ഒരു കത്തിയാണ്, ഇത്രയും ഷാർപ്പാണ്, ഇത് വെച്ച് ഒരു മനുഷ്യന്റെ തലയും കാലും ഒക്കെ വെട്ടാൻ കഴിയുമോ ഇല്ലയോ എന്ന് ചോദിച്ചു. ആ ഫോറൻസിക് എക്സ്പേർട്ട് തന്നെ പറഞ്ഞു, സർ, ഇതൊരു ചെറിയ കത്തിയാണെങ്കിൽ പോലും വളരെ ഷാർപ്പാണ്. കൂടാതെ ഈ കൊലക്കുറ്റം ചുമത്തിയ ഇവർ ഇതിനകം തന്നെ കശാപ്പ് കടക്കാരനാണ്. അതുകൊണ്ട് അയാൾക്ക് ഈ കത്തി ഉപയോഗിച്ച് ശരീരം മുറിക്കുന്നത് അത്ര വലിയ കാര്യമേ അല്ല എന്നും പറഞ്ഞു. ഇപ്പോ പ്രതിഭാഗം കൊണ്ടുവന്ന ആദ്യത്തെ അവർ തെളിവും തകർത്തു. അതിനുശേഷം പ്രതിഭാഗം മറ്റൊരു വ്യത്യസ്തമായ തരത്തിലുള്ള വാഗ്വാദത്തിലേക്ക് വരുന്നു. ഈ കത്തിയിൽ എവിടെയാണ് ക്ലയന്റിന്റെ ഫിംഗർ പ്രിന്റ്? അതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇയാളാണ് ശരീരം വെട്ടിമുറിച്ചതെങ്കിൽ ഇയാളുടെ വിരലടയാളം അതിൽ കാണണമല്ലോ. ഇപ്പൊ പ്രോസിക്യൂട്ടർ അതിൽ ഫിംഗർ പ്രിന്റ് ഇല്ലാത്തതിന്റെ കാരണം വിശദീകരിക്കണം. ഇതിനവർ പറഞ്ഞത്, ഈ കമ്മൽ വിനോദ് ഒരു അപകടകാരിയാണെന്ന് അറിയാം. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പോലീസ് തെളിവുകൾ എങ്ങനെയെല്ലാം കണ്ടെത്തുമെന്നും അവൻ അറിയാം. അതും വിരലടയാളം, അത് അടിസ്ഥാനമായ ഒരു കാര്യമാണ്. ഒരു വിരലടയാളം എങ്ങനെ നശിപ്പിക്കണം എന്നുള്ളതും അവൻ അറിയാം. കത്തിയിൽ അവന്റെ വിരലടയാളം ഉണ്ടായിരുന്നു. അത് ചാണകത്തിൽ അവൻ കൊണ്ടുവച്ചു. അങ്ങനെ വച്ചാൽ 24 മണിക്കൂറിൽ ആ വിരലടയാള തെളിവ് പൂർണ്ണമായും നശിക്കും. ഇതിനെക്കുറിച്ചൊക്കെ അവൻ എവിടെയോ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കത്തി അവൻ ചാണകത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഫിംഗർ പ്രിന്റ് പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന ന്യായമായ ഒരു കാര്യം പ്രോസിക്യൂട്ടർ സൈഡിൽ നിന്നും കോടതിയിലേക്ക് പറഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ശരിയായ തെളിവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പ്രോസിക്യൂട്ടർ ടീം. അങ്ങനെ ഈ കേസിന്റെ വിചാരണ കേരള കോടതിയിൽ പല വർഷങ്ങളോളം നടന്നു. അങ്ങനെ അവസാനം 2025 മെയ് മാസം 5-ാം തീയതി, അതായത് കഴിഞ്ഞ മാസം 5-ാം തീയതി ഈ ഒരു കേസിന്റെ വിധിയും വരുന്നു. കുഞ്ഞുമോൾക്ക് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് 2 വർഷത്തെ തടവ് ശിക്ഷ. ഭർത്താവ് കമ്മൽ വിനോദിന് എവിഡൻസ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് 5 വർഷവും കൊടുക്കുന്നു. അതിനുശേഷം 2 പേരും ചേർന്ന് കൊലപാതകം ചെയ്ത കുറ്റത്തിന് 2 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഈ ശിക്ഷകൾ ഇവർ എങ്ങനെ അനുഭവിക്കണം എന്നുകൂടെ പറഞ്ഞു. ആദ്യം കുഞ്ഞുമോൾ ആദ്യത്തെ 2 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കണം, എന്നിട്ട് മാത്രമേ ജീവപര്യന്തം ആരംഭിക്കുകയുള്ളൂ. ഇനി കമ്മൽ വിനോദിനും അതുപോലെ തന്നെ ആദ്യത്തെ 5 വർഷം ഈ എവിഡൻസ് നശിപ്പിച്ച കേസിൽ ശിക്ഷ അനുഭവിക്കണം. അതിനുശേഷമാണ് യഥാർത്ഥ ജീവപര്യന്ത തടവ് ആരംഭിക്കുകയുള്ളൂ. എങ്ങനെ നോക്കിയാലും ഒരു മിനിമം 14, 16, 17 വർഷം ജയിൽ തന്നെ ആയിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ശിക്ഷയ്ക്ക് പുറമെ സന്തോഷിന്റെ കുടുംബത്തിന് അച്ഛന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. അങ്ങനെയാണ് വിധിയിലും പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കേസിൽ മൃതദേഹം കണ്ടെത്തി 24 മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് വിദഗ്ധമായി തന്നെ കുറ്റവാളിയും കണ്ടെത്തി. 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് അവർ കുറ്റസമ്മതം നടത്തിയാൽ പോലും ഈ തെളിവുകളെല്ലാം ശേഖരിച്ച് അവർക്ക് ആവശ്യമായ ശിക്ഷ നേടിക്കൊടുക്കാൻ കേരള പോലീസിന് ഏകദേശം 8 വർഷത്തോളം എടുത്തു. ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പഠിച്ചു. നമ്മൾ പല കേസുകളിൽ കണ്ടിട്ടുണ്ട്, തെളിവുകളൊക്കെ ലഭിക്കും. ക്രൈം സീനിൽ ഒരു തെളിവ് ലഭിച്ചാൽ അത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഉദാഹരണത്തിന് DNA ലഭിച്ചാൽ അത് കൊലയാളിയുടേതായിരിക്കും. വിരലടയാളം ലഭിച്ചാൽ അത് കൊലയാളിയുടെ വിരലടയാളമായിരിക്കും. അപ്പോൾ തെളിവുകളൊക്കെ നമ്മൾ ഇതുപോലെ മാച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടാകും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തെളിവ് ലഭിച്ചിട്ടുണ്ട്, എന്നാൽ എന്തുകൊണ്ട് അത് കുറ്റവാളിയുടേതുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നില്ല? ഇതും പോലീസ് തെളിയിക്കേണ്ട ഒരു സാഹചര്യം വരും. അതായത് കത്തി കൊണ്ടാണ് വെട്ടിയത് എന്ന് പറഞ്ഞു, അപ്പൊ പിന്നെ ആ കത്തിയിൽ അവന്റെ ഫിംഗർ പ്രിന്റ് ഇല്ലല്ലോ, അതിനുള്ള കാരണം നീ വിശദീകരിക്കണം എന്ന് ഡിഫൻസ് ടീം ചോദിച്ചത് കൊണ്ടാണ് ചാണകത്തിനുള്ളിൽ സൂക്ഷിച്ചാൽ വിരലടയാളം നശിക്കും എന്നുള്ള മറ്റൊരു കാര്യം ഈ പ്രോസിക്യൂഷൻ ടീം പറഞ്ഞത്. അപ്പോ ഈ എവിഡൻസ് എന്നത് ഒരു കൊലയാളിയെ ലിങ്ക് ചെയ്യുന്നത് മാത്രമല്ല, ഒരു എവിഡൻസ് എന്തുകൊണ്ട് ആ കൊലയാളിയുമായി ലിങ്ക് ആകുന്നില്ല എന്നുള്ളതും തെളിയിക്കേണ്ട ഒരു കടമ പോലീസിനും പ്രോസിക്യൂട്ടറിനും ഉണ്ട്. നിങ്ങൾ പല കേസുകൾ കാണുന്ന പോലെ തന്നെ കുറ്റസമ്മതം നടത്തിയാൽ മാത്രം ആരും തെറ്റുകാരാകില്ല, ശിക്ഷിക്കാനും സാധിക്കില്ല. ഇപ്പോൾ നിയമത്തിൽ അതിനൊരു സ്ഥാനമില്ല. ഇവർ നൽകുന്ന ഈ കുറ്റസമ്മതത്തെ അടിസ്ഥാനമാക്കി ഇനി എങ്ങനെയുള്ള തെളിവുകൾ നമുക്ക് ശേഖരിക്കാം? ഇതായിരിക്കും പോലീസ് ചിന്തിക്കുന്നത്. ഇവർ കുറ്റസമ്മതം നടത്തിയത് കൊണ്ടാണ് പോലീസ് ആ വീട് കണ്ടെത്തുകയും വരാന്തയിൽ വെച്ച് കൊലപാതകം നടന്നുവെന്ന് മനസ്സിലായി. വരാന്തയിൽ ചെന്ന് അന്വേഷിച്ചു, തെളിവുകൾ കണ്ടെത്തി. വീടിന് പുറകിൽ വെച്ചാണ് വെട്ടിയത്. വീടിന് പുറകിൽ പോയാൽ എന്തെങ്കിലും തെളിവ് ലഭിക്കും. ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം കളക്ട് ചെയ്യുന്നതിന് ഇവർ നൽകിയ ഈ ഒരു കുറ്റസമ്മതമായിരുന്നു സഹായമായത്. അവസാനം ഈ കോടതിയിൽ വന്നാലും ഇവർ നൽകിയ കുമ്പസാരം ഒട്ടും ഫലപ്രദമല്ല. ഫിസിക്കൽ എവിഡൻസ്, ഫോറൻസിക് എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസ്, ബയോളജിക്കൽ എവിഡൻസ് ഇവയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാനും സാധിക്കൂ. കേരളത്തിൽ സംഭവിച്ച ക്രൂരമായ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കേസ് അന്വേഷണത്തെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ
നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.